കാലങ്ങളായി തകർന്നു കിടക്കുന്ന വിളയൂർ പഞ്ചായത്തിലെ 12ാം വാർഡിലെ കണിയറാവ് SG നഗർ റോഡ് നാളിതുവരെയായും ഗതാഗതയോഗ്യമാക്കാത്തതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തേക്കുള്ള ഏക സഞ്ചാരമാർഗമാണ് ഈ റോഡ്. ഈ റോഡിൽ കൂടെ നടന്നു പോകാനും ഒരു വയ്യാതൊക്കെ ഒരു വണ്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. കുത്തി കുലുങ്ങി ഒരനുഭവമാണ്. പോകാൻ വയ്യാതെ അന്ന് തീരെ വയ്യാതെ പോയിരുന്നു. ഓരോ കുണ്ടിലും ചാടുമ്പോഴും മേലേക്കിണ്ട് എടുക്കും. അങ്ങനെയായിരുന്നു പോയിരുന്നത്. കുറേ കാലമായിട്ടുണ്ട്. പിന്നെ കണിയാറാവ് ഭാഗത്തു നിന്ന് SG നഗറിലേക്ക് പോണ റോഡിനെ കുറിച്ചിട്ട് നമ്മൾ ഇതിന് മുന്നേ ചില സമരങ്ങളും പരിപാടികളൊക്കെ അവതരിച്ച സമയത്ത് നമ്മളെ MLA പറഞ്ഞു കണിയാറാവ് കരിങ്ങാട് റോഡിന് ഒരു 1,05,00,000 രൂപ വെച്ചിട്ടുണ്ട്. അതിന് 5 ലക്ഷം ഇങ്ങോട്ട് വക മാറ്റിയിട്ട് ഇത് ശരിയാക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ ബ്ലോക്കിൽ നിന്ന് വന്നിട്ട് ബ്ലോക്ക് പ്രസിഡൻറ്റും അതിൻ്റെ എഞ്ചിനീയർമാരൊക്കെ വന്നിട്ട് ഇത് സ്ഥലം അളക്കലും മറ്റ് ഭരണപക്ഷം തടയലും പ്രതിപക്ഷം അളക്കലൊക്കെ ഉണ്ടായിട്ട് ഒരു ചക്രവർത്തി പോരാട്ടം ഇവിടെ നടത്തുന്നുണ്ടായി. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ഇന്നിത് ഈ കാര്യം ഇവിടെ പരാമർശിക്കപ്പെടാൻ കാരണം ഇന്ന് രാവിലെ ഞാൻ ഇതിലെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് ഒരു വനിത അതിൽ കൂടെ സ്കൂട്ടി ഓടിച്ചു വന്ന് തലകുത്തി മറിഞ്ഞു. എന്നിട്ട് അവരെന്നെ ഞാനാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അതുപോലെ തന്നെ നിരന്തരം ആളുകൾ വീണു. ഇത് വഴി നടക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഈ റോഡിന്റെ അവസ്ഥ. കഴിഞ്ഞ 5 വർഷത്തോളമായി ഈ റോഡ് ഗതാഗത യോഗ്യമല്ലാത്തതായി കിടക്കുകയാണ്. വലിയ കയറ്റമുള്ള റോഡായതിനാൽ നിരവധി ഇരുചക്ര വാഹനങ്ങൾ ഇവിടെ മറിഞ്ഞ് ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു. ഡോക്ടറെടുത്ത് പോകണമെങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങോട്ട് ആടിയിട്ടും ഇങ്ങോട്ട് ആടിയിട്ട് നമ്മളെ ഉള്ള എല്ലും മൂന്നൊക്കെ മുറിയും. ഇതൊക്കെ തന്നെ പറയാനുള്ളത്. ഇതിപ്പോൾ കുറേ കാലമായില്ല അങ്ങനെ നടക്കുന്നത്. ഇപ്പോൾ നടക്കാൻ വാങ്ങിയിട്ട് ഞങ്ങളുടെ പറ്റ കിടപ്പിലായിട്ട് തന്നെ 4 ഉണ്ടായി. വാർഡ് വിഭജനത്തിന് മുൻപ് 10-11 വാർഡുകൾക്കിടയിലുള്ള റോഡായിരുന്നതിനാൽ ഇരു വാർഡുകളിലെയും ഭരണ പ്രതിപക്ഷ അംഗങ്ങളുടെ തർക്കങ്ങളാണ് റോഡ് പണി നടക്കാതിരിക്കാൻ കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഈ റോഡിന് 1 കിലോമീറ്റർ അപ്പുറത്ത് താമസിക്കുന്ന ആളാണ് ഞാൻ. ഒരു ദിവസം 2 നേരം 3 നേരം 4 നേരമൊക്കെ ഞാൻ ഇതിൽ പോകേണ്ട ഒരാളാണ്. അതുപോലെ തന്നെ ഇതിലെ സ്കൂട്ടി കൊണ്ടാണ് പോക്ക്. സ്കൂട്ടി കൊണ്ടടക്കം പോകാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ ഇലക്ഷന് മുമ്പ് ഒരാഴ്ച മുമ്പ് ഞാൻ അത്യാവശ്യമായിട്ട് വീട്ടിൽ പോകുമ്പോൾ തല കുത്തി മറിഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പോൾ ഞാൻ അന്നത്തെ പ്രസിഡൻറ്റിനോട് ചോദിച്ചു എന്താ ഈ റോഡ് നേരാക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ പറയുന്നത് മറ്റേ മെമ്പറുടെ വാർഡാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആകുമ്പോൾ ഇതൊക്കെ നോക്കണമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞത് അതൊരു മത്സരമാണ് 2 പാർട്ടിയും കൂടി. കാരണം അപ്പുറം 10ാം വാർഡിൽ ഒരു പാർട്ടി, ഇപ്പുറം 11ാം വാർഡിൽ വേറെ പാർട്ടി. അപ്പോൾ ഏത് പാർട്ടി നേരാക്കിയാലും ക്രെഡിറ്റ് ആണല്ലോ. ഇതിനൊരു ഇത് കിട്ടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മത്സരിച്ച് ഈ റോഡ് കാലകാലം ഇങ്ങനെ കിടക്കുക. കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ ബാലേട്ടൻ പറഞ്ഞ മാതിരി അത് 10ാം വാർഡിൽ 15ാം വാർഡായിരുന്നു. 10ാം വാർഡിൽ LDFും 15ാം വാർഡിൽ UDF ആയിരുന്നു. ഇവർ തമ്മിലുള്ളൊരു കടമത്സരത്തിൻ്റെ കയറിലാണ് ഇപ്പോൾ ഇത് റോഡ് ഇങ്ങനെ തന്നെ കിടക്കാൻ കാരണം. അതുവരെ അതിൻ്റെ സത്യം അതാണ്. പിന്നെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഇവിടെ ഇലക്ഷൻ്റെ 1 മാസം മുമ്പേ UDFിൻ്റെ നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് ഉണ്ട് പറഞ്ഞിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, 15ാം വാർഡിലെ മെമ്പർ, പിന്നെ ബ്ലോക്കിലെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇത് എസ്റ്റിമേറ്റ് എടുക്കാൻ വേണ്ടി വന്നു. അന്ന് ഇലക്ഷൻ ടൈം ആവുകൊണ്ട് LDFിൻ്റെ ആൾക്കാർ വന്നിട്ട് ഞങ്ങളിതിന് ഫണ്ട് വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ അളക്കാനും പറ്റില്ല, ഫണ്ട് വയ്ക്കാനും പാടില്ല എന്നിട്ട് ഇരു കൂട്ടരും തമ്മിലൂടെ നാടകം കളിമാരി തമ്മിൽ അങ്ങോട്ടും ഒരു മത്സരമായിരുന്നു. ആ മത്സരം കഴിഞ്ഞിട്ട് പിന്നെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. ഇലക്ഷൻ കഴിഞ്ഞു. വിളയൂർ പഞ്ചായത്തിൽ UDF വന്നു. പട്ടാമ്പി ബ്ലോക്കിൽ UDF തന്നെയാണ്. ഇതേ പറഞ്ഞ് ഏത് UDF ആയാലും LDF ആയാലും പിന്നെ LDFിൻ്റെ MLA ആണ്, UDFിൻ്റെ MP ആണ്. ഇവരാരും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇലക്ഷൻ കഴിഞ്ഞ് 3 മാസം ആവാറായി. ഇപ്പോൾ ഇതേവരെ ഇപ്പോഴും ഈ റോഡിൻ്റെ അവസ്ഥ ഇപ്പോഴും തന്നെയാണ്. നിലവിൽ പഞ്ചായത്തും വാർഡും UDF ഭരിക്കുമ്പോൾ റോഡ് ഗതാഗത യോഗ്യമാക്കുമെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നന്ദിയുണ്ട്. പ്രണയദിനത്തിൽ ജീവന്റെ പാതിയായവളുടെ കണ്ണിൽ ആശ്ചര്യത്തിളക്കം തീർത്ത ആ സമ്മാനത്തിനൊപ്പം ഞങ്ങളെയും കൂടെ കൂട്ടിയതിന്. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.